ആ കോട്ടമതിലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കേട്ടാ. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പുറത്തെ വ്യൂ. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടാ. ആ ഭംഗി സെറ്റ് തന്നെ കേട്ടാ. 1830 ഉണ്ടാക്കിയതാണെന്ന്. അന്നൊക്കെ ഇത്രയും വലുതായിട്ടൊരു കോട്ട ഒരു സംഭവം തന്നെ കേട്ടോ. അന്നത്തെ ഒരു സമയത്തേക്ക് ഇത്രയും വലുതൊരു ഉണ്ടാക്കില്ല. അത് തൊട്ടപ്പുറത്തോട്ട് വന്നപ്പോൾ ഈ അതിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലം കണക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോൾ അവിടെ ഒരു മ്യൂസിയം. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ ഒന്നും വായിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. എന്തോ താളിയോല ഗ്രന്ഥങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് വെച്ചേക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സെക്യൂരിറ്റി ഇപ്പോൾ ഉണ്ട്. ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് പടങ്ങൾ, കൊച്ചുങ്ങളിൽ വാളുകളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഉപയോഗിച്ചിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. വാളുകളും കുന്തങ്ങളും പണ്ടത്തെ കുറച്ച് ആയുധങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സീല് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. ബുക്കിൽ സീലടിക്കുന്നത് അല്ല. ഞാൻ ബുക്കും പേപ്പറും പേനയും ഒന്നും കൊണ്ടുവന്നില്ലേ. ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ കയ്യിലൊരു സീലങ്ങ് അടിക്കാമെന്ന് വെച്ച്. അങ്ങനെ കയ്യിലൊരു സീലങ്ങ് അടിച്ച്. എങ്ങനെയുണ്ട്? ബുക്ക് കൊണ്ടുവന്നില്ല, പേപ്പറും ഇല്ലായിരുന്നു. അങ്ങനെ കയ്യിലങ്ങ് അടിച്ച് സീല്. കൊള്ളാമോ? എനിക്കിഷ്ടപ്പെട്ടു. നൈസായിട്ടുണ്ടല്ലേ. അങ്ങനെ വിട്ടാൽ കൊള്ളു.